നമസ്കാരം. ഈ വരുന്ന ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ മലയാളം വിഷയത്തിൽ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ. ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിലെ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ വാർഷിക പരീക്ഷയ്ക്കോ ഒക്കെ ചോദിച്ച ചില ചോദ്യ പേപ്പറുകളെടുത്ത് പരീക്ഷയെ എങ്ങനെ ഫലപ്രദമായി അഭിമുഖീകരിക്കാമെന്ന് നിങ്ങളുമായി കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് മുതൽ പോസ്റ്റ് ചെയ്യുന്ന 2-3 വീഡിയോകളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പരീക്ഷയുടെ പൊതുവായ ഘടനയൊക്കെ നിങ്ങൾക്കറിയാം. 2.5 മണിക്കൂറാണ് നമുക്ക് പരീക്ഷ എഴുതാനുണ്ടാവുക. അതിന് പുറമെ കൂൾ ഓഫ് ടൈം ഉണ്ടാവും. മലയാളം പോലുള്ള പരീക്ഷയ്ക്ക് കൂൾ ഓഫ് ടൈമിന് വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് എല്ലാ ചോദ്യങ്ങളിലൂടെ കടന്നു പോകാനും ഏത് രീതിയിൽ ഏതൊക്കെ പോയിൻ്റുകൾ എടുത്തുകൊണ്ട് ഉത്തരം എഴുതണം എന്നൊക്കെയുള്ള അടിസ്ഥാനപരമായ ഒരു ധാരണ ഉണ്ടാക്കാൻ തീർച്ചയായും കൂൾ ഓഫ് ടൈം ഉപകരിക്കും. അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ആദ്യത്തെ 5 ചോദ്യങ്ങൾ, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ചോദ്യങ്ങളൊക്കെ അത്തരത്തിൽ നമുക്ക് 2-3 വായനയിലൂടെ ഉത്തരങ്ങൾ തെളിഞ്ഞു വരുന്ന ചോദ്യങ്ങളായിരിക്കും. നമ്മുടെ പരീക്ഷയിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ വേഗം 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ആദ്യത്തെ 4 ചോദ്യങ്ങൾ എന്നുള്ളത്. 5 ചോദ്യങ്ങളുണ്ടാകും. അതിൽ നിന്ന് 4 നിങ്ങൾ എഴുതിയാൽ മതി. അതിൽ ഓരോ ചോദ്യത്തിനും 2 ശരിയുത്തരങ്ങളുണ്ടാവും, 2 ഓപ്ഷനുകളുണ്ടാവും. 2 എഴുതുമ്പോഴേ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുള്ളൂ. ഒന്ന് മാത്രം എഴുതുന്ന ഒരാൾക്ക് 1 മാർക്കേ കിട്ടുള്ളൂ. 2 എഴുതിയിട്ട് 1 തെറ്റായാലും ഒരാൾക്ക് 1 കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ തെറ്റിച്ച് കഴിഞ്ഞാൽ വേറെ നിങ്ങളുടെ 8 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻ ഒന്നും പോലെയല്ല. ഇതിൽ ഓപ്ഷൻ തെറ്റിച്ച് കഴിഞ്ഞാൽ ആ മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മമായി വേണം ഈ ചോദ്യങ്ങളെ നിങ്ങൾ സമീപിക്കാൻ. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് 2 ഉത്തരം വീതം തിരഞ്ഞെടുത്ത് എഴുതുക, 2 സ്കോർ വീതം എന്നതിൽ പറയുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം നോക്കൂ. എന്തിനാ പാട്ടും കഥയും? അമ്മ പറയണത് പോലെ പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പെറണം. വൃദ്ധയുടെ ഈ വാക്കുകളിൽ സ്ഫുരിക്കുന്ന ഭാവങ്ങൾ കണ്ടെത്തുക. ഇത് ഓർമ്മയുടെ ഞരമ്പുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്, നമുക്കറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ 4 ഓപ്ഷൻ നോക്കൂ. 1 പരിഹാസം, 2 അഭിമാനം, 3 സന്തോഷം, 4 വെറുപ്പ്. ഇത് ഈ വരികൾ ഒറ്റ വായന തന്നെ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് അഭിമാനമില്ല, ആ പറച്ചിലിനകത്ത് അഭിമാനമില്ല, സന്തോഷവുമില്ല. ഉള്ളത് പരിഹാസവും വെറുപ്പുമാണ്. അപ്പോൾ നമ്മൾ ശരി ഉത്തരമായിട്ട് ഇതിൽ എഴുതേണ്ടത് പരിഹാസവും വെറുപ്പുമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഊഞ്ഞാലിൽ എന്ന കവിതയ്ക്ക് അനുയോജ്യമായ പ്രസ്താവനകൾ എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടുള്ളത് കുടുംബബന്ധത്തിൻ്റെ ഊഷ്മളത അവതരിപ്പിക്കുന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്കണ്ഠ അവതരിപ്പിക്കുന്നു, ജീവിതത്തിൻ്റെ മഹത്വം അവതരിപ്പിക്കുന്നു, മാതൃസ്നേഹത്തിൻ്റെ പ്രാധാന്യം മുഖ്യമായി അവതരിപ്പിക്കുന്നു. അതിൽ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഒന്നാമത്തെ കുടുംബബന്ധത്തിൻ്റെ ഊഷ്മളത ഊഞ്ഞാലിൽ നിന്ന കവിതയിലുണ്ട്. നമുക്കറിയാം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഊഞ്ഞാലാടലും തിരുവാതിര കളിയും എല്ലാമാണ് അതിൻ്റെ പ്രമേയം. മറ്റൊന്ന് ജീവിതത്തിൻ്റെ മഹത്വമാണ്, അല്ലേ? നമ്മുടെ ധാരാളം പ്രയാസങ്ങളുണ്ടെങ്കിലും ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ എപ്പോഴും ആഘോഷിക്കണമെന്നുള്ള ജീവിതത്തിൻ്റെ മഹത്വമാണ് ആ കവിത ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെയും 3ാമത്തെയും ഓപ്ഷനാണ് അതിനകത്ത് ശരിയുള്ളത്. ആവിഷ്കാര സ്വാതന്ത്ര്യം അതിനകത്ത് വിഷയമല്ല, മാതൃസ്നേഹവും അതിനകത്ത് വിഷയമല്ല. 3, കൈപ്പാട് എന്ന ഡോക്യുമെൻ്ററി മുന്നോട്ട് വയ്ക്കുന്ന 2 ആശയങ്ങളാണ്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ കൃഷി വ്യവസായമായി മാറണം എന്നുള്ള ധാരണ കൈപ്പാട് എന്ന ഡോക്യുമെൻ്ററി മുന്നോട്ട് വെക്കുന്നുണ്ടോ? ഇല്ല, അല്ലേ? പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പരസ്പര സഹകരണം, അത് കൈപ്പാട് ഡോക്യുമെൻ്ററിയിലുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഞാനതിൻ്റെ പോയിന്റിലേക്കൊന്നും പോകുന്നില്ല. അവിടെ നിങ്ങൾ ആ ഡോക്യുമെൻ്ററിയുടെ ചിത്രം നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും. ആ മത്സ്യം തപ്പുന്ന സ്ത്രീകൾ ധാരാളം മത്സ്യം അവിടുത്തെ പക്ഷികൾക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ തീർച്ചയായും അവിടെ പക്ഷി കാഷ്ടമിട്ട് പോവുകയും അത് പിന്നീട് ആ കൈപ്പാട് നിലങ്ങളിലെ കൃഷിക്ക് വളമായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു പരസ്പര സഹകരണം തീർച്ചയായും കൈപ്പാട് ഡോക്യുമെൻ്ററിക്കകത്തുണ്ട്. അപ്പോൾ 2ാമത്തെ പോയിൻ്റ് അതിനകത്തൊരു ശരിയുത്തരമാണ്. 3ാമത്തേത് നോക്കൂ. രാസകീടനാശിനി പ്രയോഗമില്ലാതെ കൃഷി സാധ്യമാണ്. അതും നമ്മളിപ്പോൾ പറഞ്ഞ ഉത്തരത്ത് തന്നെ ഉണ്ട്. അതായത് കൈപ്പാട് നിലങ്ങളിൽ രാസകീടനാശിനി ഉപയോഗിക്കുന്നില്ല. വളമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? അവിടെ
പക്ഷികളുടെ കാഷ്ടവും മറ്റ് രീതിയാണ്, രാസകീടനാശിനി ഇല്ല. അപ്പോൾ മൂന്നാമത്തെ ഉത്തരവും ശരിയാണ്. 4 വികസനത്തിന് കൈപ്പാടുകൾ തടസ്സമാണ്. അത് ശരിയായ നിലപാടല്ല, അല്ലേ? അത് തെറ്റാണ്. വികസനത്തിന് കൈപ്പാടുകൾ ഒരിക്കലും തടസ്സമല്ല. കൈപ്പാടുകളെ അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ, പ്രകൃതിയെ അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് വികസനം സാധ്യമാണ്. പുതിയ കാലത്ത് നമ്മളങ്ങനെ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷനാണ് അതിനകത്ത് ശരിയായിട്ടുള്ളത്. 4 വാസനാവികൃതിയുടെ ആഖ്യാന സവിശേഷതകളായി പറയാൻ കഴിയുന്നവ കണ്ടെത്തുക. 1 ഓർമ്മയിലൂടെയുള്ള കഥ പറച്ചിൽ. അത് തീർച്ചയായും വാസനാവികൃതിയിലുണ്ട്, അല്ലേ? വാസനാവികൃതി ആ കഥ തന്നെ നമുക്കറിയാം, അത് ഓർമ്മയിലൂടെയുള്ള കഥ പറച്ചിലാണ്. നായകൻ്റെ പോലീസ് പിടിക്കലും അതിനെ തുടർന്ന് നായകൻ നന്നാവാൻ തീരുമാനിച്ചതും അയാളുടെ കുട്ടിക്കാലവും എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. 2 പാരിസ്ഥിതികമായ അവബോധം നൽകൽ. അത് വാസനാവികൃതിയുടെ ലക്ഷ്യമല്ല, അല്ലെ അതിൻ്റെ സവിശേഷതയല്ല. പാരിസ്ഥിതികമായ അവബോധമൊന്നും വാസനാവികൃതി നൽകുന്നില്ല. തെറ്റാണ് ഉത്തരം, ഓപ്ഷൻ 3 ഹാസ്യാത്മകമായ ആവിഷ്കരണം. അത് ശരിയാണ്. നമ്മൾ ആദ്യകാലത്തെ വാസനാവികൃതി പഠിച്ചപ്പോൾ നമ്മൾ പൊതുവേ ആദ്യകാലത്തെ മലയാളം കഥകളെക്കുറിച്ച് അതിൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഹാസ്യാത്മകമായ ആവിഷ്കരണം തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും സൂചനകളാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. 4-മത്തതും ശരിയല്ല, സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യകത കാണിക്കുന്നു. അത് അതിനകത്തൊരു വിഷയമല്ല, അത് ഓർമ്മയുടെ ഞെരുപോലുള്ള കഥയ്ക്കകത്താണ് ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷനുകളാണ് അതിൽ ശരി ഉത്തരമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. 5-മത്തെ ചോദ്യം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കേവലം കാഴ്ചക്കാരിയായി നിന്ന് തങ്കം നായർ പ്രതിനിധീകരിക്കുന്നത് ത്യാഗപൂർണമായ ജീവിതം നയിച്ചവരെയല്ല, ഉറപ്പല്ലേ? സുഖാലസ്യത്തിൽ കഴിഞ്ഞവരാണ് തങ്കം നായരെ പോലുള്ള ആളുകൾ. 2-മത്തെ ഓപ്ഷൻ ശരിയാണ്. നിസ്വാർത്ഥത പുലർത്തിയവരെ, നിസ്വാർത്ഥതയല്ല അവർ തങ്കം നായർ, അത് ത്യാഗപൂർണമായ ജീവിതം നയിച്ച ദേവി ബഹനെ പോലുള്ള ആളുകളാണ് കഥയല്ല നമ്മുടെ നോവൽ ഭാഗത്തിൽ. കുടുംബത്തിൻ്റെ തണലിൽ അഭയം കണ്ടെത്തിയവരെ, അതാണ്. അപ്പോൾ 2-മത്തെ സുഖാലസ്യത്തിൽ കഴിഞ്ഞവരെയും കുടുംബത്തിൻ്റെ തണലിൽ അഭയം കണ്ടെത്തിയവരെയുമാണ് നമുക്ക് തങ്കം നായരെ പ്രതിനിധീകരിക്കുന്നത് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ 2-മത്തെയും 4-മത്തെയും ഓപ്ഷനുകളാണ് അതിൽ ശരി ഉത്തരമായിട്ട് ഉള്ളത്. അപ്പോൾ ഈ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ ഏത് പാഠഭാഗവുമായി ബന്ധപ്പെട്ടും ചോദിച്ചേക്കാം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനകത്ത് നിങ്ങൾ ഒന്ന് ആലോചിക്കുക, എന്താണ് ചോദ്യം ഉദ്ദേശിക്കുന്നത് 2 തവണ വായിക്കുക, എന്നിട്ട് ഓപ്ഷനുകളും ശ്രദ്ധാപൂർവം വായിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും, അതായത് 8 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യഭാഗമാണ് 1-മത്തേത്. ഇനി 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് 1-2 വാക്യത്തിൽ ഉത്തരം എഴുതാനാണ്. 2 സ്കോർ വീതമാണുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ചുരുങ്ങിയത് 2-3 പോയിന്റുകൾ നിങ്ങൾ എഴുതിയാൽ മതി, നന്നായിട്ട് എഴുതുന്നവർ. അല്ലാത്തവർ ഒരു 4-5 വരി അത്ര മതി, അതിൽ കൂടുതൽ അതിനെ എഴുതിയിട്ട് സമയം കളയരുത്. എപ്പോഴും നിങ്ങളടുത്ത് പറ്റുന്ന ഒരു പ്രശ്നമാണത്. എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം 2-3 പോയിന്റുകളായിട്ട് മാത്രമേ നിങ്ങളതിന് ഉത്തരം എഴുതേണ്ടതുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് വെറുതെ സമയം കളയേണ്ടതില്ല. നോക്കൂ, 6-മത്തെ ചോദ്യം, കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രത്തിൽ പ്രധാനമെന്ന് നിങ്ങൾ കരുതുന്ന ആശയമെന്ത് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് 2 പോയിന്റ് പറയാൻ പറ്റുന്ന എന്താണ്? ഒന്ന്, ഭിന്നശേഷിക്കാരായ ആളുകളോട് സമൂഹം വെച്ചു പുലർത്തുന്ന അവഗണന കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. 2-മത്തേത് പ്രകൃതി നശീകരണം. ഇതിനകത്ത് അല്ലേ, ആ കുട്ടിയുടെ പച്ച ലോകം മുഴുവൻ ചുവപ്പായി മാറുന്ന JCBയുടെ മുരൾച്ചയും ആ നാടൊന്നാകെ JCB എന്ന ഭീമൻ ചുരണ്ടിയെടുക്കുകയും മാന്തിയെടുക്കുകയും ചെയ്യുന്ന ഭീകരത ആ ഹ്രസ്വചിത്രത്തിലുണ്ട്. ആ 2 രീതിയിൽ നമുക്ക് അതിൻ്റെ പ്രാധാന്യത്തെ വിശദീകരിക്കാവുന്നതാണ്. ആ 2 പോയിന്റുകൾ നിങ്ങൾ എഴുതുക. ഇനി 7-മത്തെ ചോദ്യം നോക്കൂ. ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഇവിടെ കരുണാകര എന്ന അഭിസംബോധനയുടെ ഔചിത്യമെന്ത്? നമുക്കറിയാം, ഇത് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ ശിവഗിരിയിലെ ആശ്രമത്തിലെ അന്തേവാസികൾക്ക് വേണ്ടി എഴുതിയ ഒരു പ്രാർത്ഥനാ ഗീതമാണ് ദൈവദശകം. അതിനകത്ത് അദ്ദേഹം പറയുന്നതാണ്,
ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും എപ്പോഴും എൻ്റെ ഉള്ളിൽ നൽകണം. നിൻ്റെ തിരുമെയ് വിട്ടകലാത്ത ചിന്തയും നൽകണം. ഇവിടെ കരുണാകര എന്ന അഭിസംബോധനയുടെ ഔചിത്യം എന്ത്? ഇവിടെ കരുണാകര എന്ന അഭിസംബോധന യഥാർത്ഥത്തിൽ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നതാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ കരുണാകര എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും കാരുണ്യത്തിൻ്റെ സ്വരൂപമായ ദൈവത്തെ ആ രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. ഒരു പീഡ, നമ്മുടെ ഏറ്റവും ചെറിയ, നമ്മുടെ കണ്ണിൽ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ ഒരു ജീവിയായ ഉറുമ്പിനെ പോലും അറിയാതെ പോലും നോവിക്കരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന, എന്നുള്ളൊരു അനുകമ്പ എൻ്റെ ഉള്ളിൽ എപ്പോഴും നൽകണമേ കാരുണ്യത്തിൻ്റെ മൂർത്തിയെ എന്ന് പറയുമ്പോൾ, കരുണാകര എന്ന് പറയുമ്പോൾ ദൈവത്തെ കാരുണ്യത്തിൻ്റെ രൂപമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ അഭിസംബോധനയുടെ ഔചിത്യം. 8ാമത്തെ ചോദ്യം, ശസ്ത്രക്രിയ എന്ന കഥയിൽ അമ്മയിലുണ്ടായ പ്രകടമായ പുത്രസ്നേഹത്തെ ആർദ്രതയുടെ സ്ഫോടനം എന്ന് വിശേഷിപ്പിക്കുന്നതിന് പൊരുളെന്ത്? എന്തുകൊണ്ടാണ് അതിനെ ആർദ്രതയുടെ സ്ഫോടനം എന്ന് വിശേഷിപ്പിക്കുന്നത്? നമുക്കറിയാം, ആ കഥ യഥാർത്ഥത്തിൽ അമ്മയുടെ സ്നേഹം മകനിൽ ഉണ്ടാക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് എഴുതുന്നതാണ്. അമ്മയ്ക്കൊരു ഓപ്പറേഷൻ വേണം എന്ന് പറയുകയും ഡോക്ടറായ മകൻ തന്നെ ആ ഓപ്പറേഷൻ നിർവഹിക്കണമെന്ന് അമ്മ വാശി പിടിക്കുകയും ചെയ്യുമ്പോൾ ഉള്ള അനുഭവങ്ങളാണ് ആ കഥ എന്ന് നമുക്കറിയാം. അതിനകത്ത് നോക്കൂ, ഇങ്ങനെ ഓപ്പറേഷൻ ദിവസം അടുത്തടുത്ത് വരുന്തോറും അമ്മ മകന് ചെറുപ്പകാലത്ത് കൊടുക്കാൻ മാറ്റിവെച്ച കുറേ കാര്യങ്ങളെ കൊടുക്കാൻ വേണ്ടി അമ്മ ശ്രമിക്കുന്നുണ്ട്. ഭാര്യയോട് അനുമതി ചോദിച്ച് അമ്മ എന്ത് ചെയ്യുന്നു വെച്ചാൽ, പിന്നെ അമ്മ ഭാര്യയോട് അനുമതി ചോദിച്ച് മകനെ അടുത്ത് കിടത്തുകയും അയാൾ കുളി കഴിഞ്ഞ് വരുമ്പോൾ നീ ശരിക്ക് തല തോർത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് തല തോർത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, അത്തരത്തിൽ ചെറുപ്പകാലത്ത് ഒരു അച്ഛനില്ലാതെ വളർന്നൊരു കുട്ടിക്ക് മുന്നിൽ കാർക്കശ്യക്കാരിയാകേണ്ടി വന്ന ഒരു അമ്മ തീർച്ചയായും പിന്നീട് ആ സ്നേഹം മുഴുവൻ തൻ്റെ ഗർഭപാത്രം ഒഴിവാക്കാനുള്ള, അത് നീക്കി കളയാനുള്ള ഒരു ശസ്ത്രക്രിയക്ക് വിധേയയാകുകയാണ് എന്ന ബോധത്തിൽ അവർ അതിനെ ആ കുട്ടിക്കാലത്ത് തൻ്റെ മകന് കൊടുക്കാത്ത സ്നേഹത്തെ പിന്നീട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പുത്രസ്നേഹത്തെ ആർദ്രതയുടെ സ്ഫോടനം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി 9ാമത്തെ ചോദ്യം, അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നതാണ്. ഇവിടെ മൗനം കുടിക്കുക എന്ന പ്രയോഗം ധ്വനിപ്പിക്കുന്നത് എന്ത്? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സന്ദർശനം എന്ന പാഠഭാഗത്തെ വരികളാണെന്ന് നമുക്കറിയാം. സന്ദർശനത്തിൻ്റെ തുടക്കത്തിലാണ് ഇതുള്ളത്. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. നമ്മൾ കുറേ സമയമായി സന്ദർശകർക്കുള്ള മുറിയിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ആ മിണ്ടാതിരിക്കുക എന്നുള്ളതിനെ, ഇവരിയ്ക്കുന്നത് സന്ദർശക മുറിയിലാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ മലയാളികളുടെ ഒരു പൊതുബോധമായ സന്ദർശക മുറിയിലിരിക്കുമ്പോൾ എന്തെങ്കിലും പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കുക എന്നുള്ള ഒരു സാധാരണ സ്വഭാവത്തെ ഇവർ സന്ദർശക മുറിയിൽ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ മൗനം കുടിച്ചിരിക്കുന്നു എന്നുള്ള മനോഹരമായ കാവ്യപ്രയോഗത്തിലേക്ക് കവി കൊണ്ടുവരികയാണ്. അതാണ് ആ പ്രയോഗത്തിന് ഏറ്റവും മനോഹരമായ അവർ പരസ്പരം മിണ്ടാതിരിക്കുന്നതിന് ഏറ്റവും മനോഹരമായി പറയാൻ പറ്റുന്ന ഒരു പ്രയോഗമായി മൗനം കുടിക്കുക എന്ന പ്രയോഗത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതിനകത്ത് നോക്കൂ, 4 ചോദ്യങ്ങളുണ്ട്. അതിൽ 3 എണ്ണമേ നമ്മൾ എഴുതേണ്ടതുള്ളൂ എന്നുള്ളത് നിങ്ങൾ നോക്കുക. 10 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവി അത് ഉത്തരം എഴുതുക. അത് ചോദ്യത്തിന് സൂചിപ്പിക്കുന്ന അരപ്പുറമാണ്. ഒരു പേജിൻ്റെ പകുതിയാണ് നിങ്ങൾ 4 മാർക്കിലെ ചോദ്യത്തിന് എഴുതേണ്ടത്. 6 ചോദ്യം തന്നിട്ടുണ്ട്, അതിൽ 5 എണ്ണമാണ് എഴുതേണ്ടത്. എത്ര ദുർബലയാണ് താൻ, എത്ര ഹീനയാണ്. ലാത്തിയും വെടിയുണ്ടയും എന്ന ഭാഗത്തെ തങ്കനായരുടെ ചിന്തയിൽ കുറ്റബോധമാണോ നിഴലിക്കുന്നത്? വ്യക്തമാക്കുക. എത്ര ദുർബലയാണ് താൻ, എത്ര ഹീനയാണ്. നമ്മൾ നേരത്തെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് ചോദ്യത്തിലും ഈ ഭാഗം വന്നു. അഗ്നിസാക്ഷി എന്ന നോവലിൻ്റെ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ലാത്തിയും വെടിയുണ്ടയും. അതിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മാറ്റൊലികൾ നാടെങ്ങും ഉണ്ടാകുമ്പോഴും അതിലൊന്നും പങ്കെടുക്കാതെ മകനെ നാട്ടിലേക്ക് അയച്ച് സുരക്ഷിതയായി
ഫ്ലാറ്റിൻ്റെ ചുമരുകൾക്കുള്ളിൽ ജനാലയിലൂടെ താഴോട്ട് നോക്കി നിൽക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് തങ്കം നായർ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ വിദ്യാർത്ഥികളും ബാലന്മാരും ബാലികമാരും എല്ലാവരും, വൃദ്ധരും സ്ത്രീകളും എല്ലാം അവരുടേതായ പ്രകടനങ്ങൾ നടത്തുകയും ബ്രിട്ടീഷ് പോലീസിനെതിരെ ഏറ്റുമുട്ടുകയും ചെയ്യുമ്പോൾ ഇതിലൊന്നും പങ്കെടുക്കാതെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൊന്നും ഭാഗഭാക്കാകാതെ തൻ്റെ സുരക്ഷിതത്വം, തൻ്റെ ജോലി, തൻ്റെ ഭർത്താവിൻ്റെ ബ്രിട്ടീഷുകാരുടെ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ, തൻ്റെ മകൻ്റെ സുരക്ഷിതത്വം, ഇത്തരം തുടങ്ങിയിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്ന തങ്കം നായർ ചില സമയത്തെങ്കിലും ഇടയ്ക്കെങ്കിലും കുറ്റബോധം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, താൻ എത്ര ദുർബലയാണ്, എത്ര ഹീനയാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവരാ ചിന്ത എന്നത് ഉപരി ദേവി ബഹനെ പോലെ ഒന്ന് ആ സമരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാകാൻ തങ്കം നായർക്ക് ഒരിക്കലും കഴിയുന്നില്ല. അവിടെയാണ് മഹാഭാരതത്തിലെ അഭിമന്യുവിനെ പോലെ ആ ക്ലോക്ക് ടവറിൻ്റെ മുകളിലേക്ക് കുതിച്ചു പാഞ്ഞ് ഇന്ത്യൻ പതാക ഏന്തി വെടിയേറ്റ് ബ്രിട്ടീഷ് പോലീസിൻ്റെ വെടിയേറ്റ് വീണ് കിടക്കുന്ന ബാലൻ വ്യത്യസ്തനാകുന്നത്. ഇപ്പോൾ ഇത്തരം സമയത്ത് കുറ്റബോധമാണോ തങ്കം നായരിലുള്ളത് എന്ന് ചോദിച്ചാൽ കുറ്റബോധം തന്നെയാണുള്ളത്. പക്ഷെ ആ കുറ്റബോധത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമവും തങ്കം നായരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നുകൂടി നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇനി പിള്ളരെ നുള്ളിനാൻ എന്നങ്ങ് ചൊല്ലിയിട്ടു പീലി കൊണ്ടെന്നെ അടിച്ചാളമ്മ. ശ്രീകൃഷ്ണനും അമ്മയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കാൻ ഈ വരികൾ എത്രമാത്രം യോജിച്ചതാണ്? അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. നോക്കൂ, കണ്ണൻ്റെ ബാല്യകാല ഓർമ്മകളിൽ കണ്ണനിങ്ങനെ ഓർക്കുന്ന ഒരു ഭാഗമാണ് പിള്ളരെ നുള്ളിനാൻ എന്നങ്ങ് ചൊല്ലിയിട്ടു പീലി കൊണ്ടെന്നെ അടിച്ചാളമ്മ. അമ്മ കണ്ണനെ അടിക്കുന്നത് പീലി കൊണ്ടാണ്. പിള്ളരെ നുള്ളിയിട്ടാണ് പീലി കൊണ്ട് അടിക്കുന്നത്. നോക്കൂ, അവിടെ അമ്മയ്ക്ക് മകനെ ശിക്ഷിക്കണം, മകൻ ചെയ്തത് തെറ്റാണ് എന്ന് മകനെ ബോധ്യപ്പെടുത്തണം, മകനെ അമ്മയ്ക്ക് നേർവഴിക്ക് നടത്തണം. പക്ഷേ അത് വേദനിപ്പിക്കുന്ന രീതിയിൽ, മകനെ വല്ലാതെ അടിച്ച് വേദനിപ്പിക്കുന്ന രീതിയിൽ ശിക്ഷിക്കാൻ ആ അമ്മയ്ക്ക് മനസ്സ് വരുന്നുമില്ല. അതുകൊണ്ടാണ് ശിക്ഷ വേണം, പക്ഷേ അതൊരിക്കലും ഒരു വലിയ അളവിലായിക്കൂടാ. കുട്ടിക്ക് പക്ഷേ തെറ്റ് ബോധ്യപ്പെടുകയും വേണം എന്നുള്ള അർത്ഥത്തിൽ പീലി കൊണ്ട് അടിക്കുന്നത്. ആ അടിയിൽ പോലും മകൻ്റെ അല്ലെങ്കിൽ അടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൽ പോലും അമ്മയ്ക്ക് മകനോടുള്ള പുത്രസ്നേഹം വളരെ പ്രകടമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി 12ാമത്തെ ചോദ്യം, പ്രേക്ഷക സമൂഹവും സിനിമാ വ്യവസായവും പരസ്പരാശ്രിതത്തിലൂടെ സൃഷ്ടിക്കുന്നതാണ് നിലവിലുള്ള സംസ്കാരം എന്ന് പറയാം. സിനിമയും സമൂഹവും എന്ന ലേഖനം നമ്മൾ പഠിച്ചതാണ്. ഓക്കെ ജോണിയുടെ. നിലവിലുള്ള സംസ്കാരത്തിൽ സിനിമ സ്വാധീനം ചെലുത്തുന്നുണ്ടോ? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ഇത് സിനിമയും സമൂഹവും എന്ന ലേഖനത്തെ മുൻനിർത്തി നമ്മുടെ പുതിയ കാലത്തെ സിനിമ എങ്ങനെയാണ് സമൂഹവുമായി ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ സിനിമയും സംസ്കാരവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള ആലോചനയാണ്. തീർച്ചയായും ഇതിനകത്ത് നമ്മൾ ആ ലേഖനത്തിൽ പരിചയപ്പെട്ട ഭാഗങ്ങളെക്കാൾ ഉപരി നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ ചില കാര്യങ്ങളെയെങ്കിലും സൂചിപ്പിക്കാനാണ്. ഇത്തരം സമയങ്ങളിലാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ നിങ്ങൾ കിട്ടുന്ന സമയങ്ങളിൽ ഈ പത്രവും അല്ലെങ്കിൽ മറ്റ് ആനുകാലികങ്ങളൊക്കെ വായിക്കണമെന്ന് പറയാറുള്ളത്. അതിന് കാരണം ഇത്തരത്തിലുള്ള ചോദ്യം വരുമ്പോൾ നോക്കൂ, ഇപ്പോൾ സിനിമയും സംസ്കാരവും തമ്മിൽ ബന്ധമുണ്ടോ? സിനിമ സംസ്കാരത്തിൽ ഇടപെടുന്നുണ്ടോ? തീർച്ചയായും ഉണ്ടെന്നാണ് നമുക്ക് പറയാൻ പറ്റുക, അല്ലേ? ഏത് മേഖല എടുത്തു നോക്കിയാലും സിനിമയും സംസ്കാരവും തമ്മിൽ അഭേദ്യമായ ബന്ധം നിലനിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓരോ കാലത്തെയും സിനിമയാണ്, അല്ലെങ്കിൽ ഓരോ കാലത്തെയും സമൂഹത്തിൻ്റെ സംസ്കാരമാണ് അക്കാലത്തെ സിനിമയായി അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സാഹിത്യകൃതികളായി പ്രതിഫലിക്കുക എന്ന് നമുക്കറിയാം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഭാഷയിൽ, നമ്മുടെ വേഷത്തിൽ, നമ്മുടെ ഭക്ഷണ രീതിയിൽ, നമ്മുടെ ജീവിത രീതിയിൽ എല്ലാം തന്നെ സിനിമ അതിൻ്റേതായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആ രീതിയിലാണ്, ഇതൊക്കെ തന്നെയാണല്ലോ നമ്മുടെ സംസ്കാരവും. അപ്പോൾ സംസ്കാരത്തിൻ്റെ വിഭിന്ന മേഖലകളെ മുഴുവനായി സിനിമ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അത് വസ്ത്രമാകട്ടെ, നമ്മുടെ വേഷ സംവിധാനങ്ങളാകട്ടെ, നമ്മുടെ ഭക്ഷണ രീതിയാകട്ടെ, നമ്മുടെ ജീവിത രീതിയാകട്ടെ, ഇതിനെല്ലാം തന്നെ
സ്വാധീനിക്കാൻ സിനിമയ്ക്ക് കഴിയും എന്നുള്ളതാണ്. ആ രീതിയിലാണ് നിങ്ങൾ സിനിമ സംസ്കാരത്തെ കാണേണ്ടത്. ഇനി മറ്റൊന്നുള്ളത്, മുഹിയുദ്ദീൻ മാലയിലെ ലളിതമായ ഭാഷയിലൂടെ അബ്ദുൽ ഖാദർ ജീലാനിയുടെ അസാധാരണ മഹത്വം അവതരിപ്പിക്കാൻ കാസിം മുഹമ്മദിന് കഴിഞ്ഞിട്ടുണ്ടോ? പാഠഭാഗം ആസ്പദമാക്കി പരിശോധിക്കുക. തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം മുഹിയുദ്ദീൻ മാല വളരെ ലളിതമാണ്. പക്ഷേ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്നവരുടെ മഹത്വം മുഴുവനായി അവതരിപ്പിക്കാൻ കാസിം മുഹമ്മദിന് കഴിയുന്നുണ്ട്. ധാരാളം കാര്യങ്ങളുണ്ട് അല്ലേ? ഉണങ്ങിയ മരത്തിൽ കായ് നിറച്ചവർ, അങ്ങനെ തുടങ്ങി എത്രയോ ആപാദാനങ്ങൾ, എത്രയോ കാര്യങ്ങൾ മുഹിയുദ്ദീൻ മാലയിൽ അബ്ദുൽ ഖാദർ ജീലാനിയുടെ കഴിവുകളായി അസാധാരണ മഹത്വത്തെ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള മഹത്വം ഒക്കെ നിങ്ങൾക്ക് 3-4 അതിൽ പറയുന്നതൊക്കെ അതിനകത്ത് എഴുതാവുന്നതാണ്. ഇനി 14-ാമത്തേത്, നാട്ടിൻപുറത്തോടുള്ള വൈലോപ്പിള്ളിയുടെ സ്നേഹം ഊഞ്ഞാലിൽ എന്ന കവിതയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? വിലയിരുത്തുക. തീർച്ചയായും നാട്ടിൻപുറത്തിൻ്റെ ധാരാളം കാര്യങ്ങൾ അതിനകത്ത് ഊഞ്ഞാലിൽ എന്ന് പറഞ്ഞ കവിതയ്ക്കകത്ത് പറയുന്നുണ്ട്. അത് തീർച്ചയായും മനുഷ്യ സ്നേഹത്തിൻ്റെ, കുടുംബ ബന്ധത്തിൻ്റെ ഒക്കെ ഊഷ്മളതയെ വളരെ മനോഹരമായി ആവിഷ്കരിക്കുന്ന ഒരു കവിതയാണ് എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൻപുറത്തിൻ്റെ, നന്മകളാൽ സമ്പന്നമായ നാട്ടിൻപുറത്തിൻ്റെ മുഴുവൻ ഭംഗിയും യഥാർത്ഥത്തിൽ ആ കവിതയ്ക്കകത്ത് വൈലോപ്പിള്ളി പറയുന്നുണ്ട് എന്ന് തന്നെയാണ് കാണാൻ വേണ്ടി പറ്റുക. നോക്കൂ, ഇവിടത്തെ പോൽ ജീവിതാഘോഷം വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ വൈലോപ്പിള്ളി ചോദിക്കുന്നുണ്ട്. കാരണം പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമൊക്കെ വിശന്നും തണുത്തുമൊക്കെ വിറയ്ക്കുന്ന സ്ത്രീകൾ പോലും തിരുവാതിരയ്ക്ക് പാട്ട് പാടുന്നുണ്ട്. അവർ ജീവിതത്തെ ആഘോഷിക്കുകയാണ്. അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകളെല്ലാം ജീവിതത്തിലുണ്ട്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ, അതിജീവനത്തിൻ്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളായി ഈ ഗ്രാമത്തിലെ ആളുകൾ മാറുന്നുണ്ട്. അവിടുത്തെ ഗ്രാമത്തിൻ്റെ പ്രകൃതിയെ വൈലോപ്പിള്ളി ഈ കവിതയ്ക്കകത്ത് നന്നായി വിശദീകരിക്കുന്നുണ്ട്, വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് വൈലോപ്പിള്ളിയുടെ നാട്ടിൻപുറത്തോടുള്ള സ്നേഹം ഊഞ്ഞാലിൽ എന്ന കവിതയിലുണ്ട് എന്ന് വിശദമാക്കാൻ വേണ്ടി പറ്റും. അടുത്ത ചോദ്യം, കാലത്തെയും ദേശത്തെയും ഭാഷയെയും മറികടന്ന് ഒരു ഞരമ്പ് ഭൂമിയിലെ എല്ലാ ബന്ധങ്ങളെയും ജന്മങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നുണ്ട്. ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ പെൺകുട്ടിയുടെ വൃദ്ധയോടുള്ള ഈർഷ്യ സ്നേഹമായി പരിണമിച്ചത് ഈ പ്രസ്താവന സാധൂകരിക്കുന്നുണ്ടോ? അഭിപ്രായക്കുറിപ്പ് എഴുതുക. ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായമാണ് വരേണ്ടത്. നോക്കൂ, എല്ലാ കാലത്തെയും എല്ലാ ദേശത്തെയും ഭാഷയെയും ഒക്കെ മറികടന്ന് ഒരു ഞരമ്പ് ഭൂമിയിലെ എല്ലാ ജന്മങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യമൊക്കെ ഈർഷ്യ തോന്നിയിരുന്ന വൃദ്ധ ഓരോന്ന് ചോദിക്കുമ്പോൾ മുഖത്തോട്ട് നോക്കുകയോ മറുപടി കൊടുക്കുകയോ ചെയ്യാതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്ന പെൺകുട്ടി പതിയെ പതിയെ വൃദ്ധയുടെ ജീവിതം കേൾക്കുമ്പോൾ അടുത്തതെന്തായി, ഇനി എന്തായി എന്നുള്ള ആകാംക്ഷയിലേക്ക് മാറുന്നത് തന്നെ പോലെ കുടുംബത്തിൽ അവഗണന അനുഭവിക്കുന്ന ഒരാൾ തന്നെയാണ് ഈ സ്ത്രീയും എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അവർക്ക് കാലമേറെ കഴിഞ്ഞെങ്കിലും, തലമുറ 2 കഴിഞ്ഞു വന്നെങ്കിലും, ആ വൃദ്ധയും പുതിയ കാലത്ത് പെൺകുട്ടിയും അനുഭവിക്കുന്ന പീഡനത്തിന്, അവരനുഭവിക്കുന്ന ക്ലേശത്തിന്, പ്രയാസത്തിന് വ്യത്യാസമൊന്നുമില്ല. പാട്രിയാർക്കി, പുരുഷ മേധാവിത്വം എന്നുള്ളത് അന്നും ഇന്നും, അതായത് വൃദ്ധയുടെ കാലത്തും പെൺകുട്ടിയുടെ കാലത്തും കുടുംബത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒന്നായി മാറുന്ന, അല്ലെങ്കിൽ ഒന്നായി പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഇത്തരത്തിൽ എല്ലാ സ്ത്രീകളുടെയും നൊമ്പരങ്ങൾ എല്ലാ സ്ത്രീകൾക്കും മനസ്സിലാകുക തന്നെ ചെയ്യും. അതുതന്നെയാണ് നമ്മുടെ അഭിപ്രായക്കുറിപ്പായിട്ട് നിങ്ങളതിനകത്ത് എഴുതേണ്ടത്. ഇനി 5 ചോദ്യങ്ങൾ തന്ന അതിൽ 4 ഉത്തരം എഴുതാനാണ്. ഒരു പുറത്തിൽ കവിയാതെ ഒരു പേജിനകത്താണ് നിങ്ങൾ എഴുതേണ്ടത്. 6 മാർക്കിനാണ് ചോദ്യം. അതിലൊന്നാമത്തെ ചോദ്യം, നർമ്മമാണ് ഈ ഗാനത്തിൻ്റെ മുഖമുദ്ര. മാപ്പിളപ്പാട്ടിൻ്റെ മൊഞ്ചോടുകൂടി ഇത് പാടിക്കേൾക്കുമ്പോൾ ആരും ചങ്ങാത്തം സ്ഥാപിക്കുന്ന വരികളും സംഗീതവും. കായലരികത്ത് എന്ന ഗാനത്തെ നിത്യഹരിതമാക്കുന്നതിൽ നർമ്മത്തിൻ്റെ ആവിഷ്കരണം സഹായിക്കുന്നുണ്ടോ? വിശദീകരിക്കുക. നിങ്ങൾക്ക് എഴുതാൻ കുറച്ച് പ്രയാസം തോന്നുന്ന ഒരു ചോദ്യമായിരിക്കും ഇത്. കാരണം ഒരു പുറത്തിൽ കായലരികത്തിലെ ഹാസ്യത്തെക്കുറിച്ച് എഴുതുക എന്നുള്ളത്
കുറച്ച് പ്രയാസമാണ്. അപ്പം നിങ്ങൾക്ക് ആദ്യം ഒരു ആമുഖമായി ഇൻട്രൊഡക്ഷനായി, അത് കൂടുതലൊന്നും പോകരുത്, 2-3 വരികളിൽ എന്താണ് നീലക്കുയിൽ എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ അതിലെ ഗാനങ്ങൾ മലയാള സിനിമാ സാഹിത്യത്തോട് ചെയ്തത് എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും. അതായത് അതുവരെ ശാസ്ത്രീയ സംഗീതം മാത്രം അഭ്യസിച്ചിരുന്ന, അവർക്ക് മാത്രം പാടാൻ പറ്റിയിരുന്ന പാട്ടുകൾ നമ്മുടെ നാട്ടു ഈണങ്ങളെക്കാൾ ഉപരി മറ്റ് ഭാഷകളിലെ ഈണങ്ങൾക്ക് നമ്മളൊരു പാരഡി പോലെ വരികൾ എഴുതിയിരുന്ന കാലത്ത് നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള തനി നാടൻ ഈണങ്ങളിലേക്ക് മലയാള സിനിമയിലെ ഗാനങ്ങൾ വന്നത് നീലക്കുയിലൂടെയാണ് എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് ആദ്യം അതിനകത്ത് എഴുതാൻ പറ്റും. രണ്ടാമത്, ഈ ഗാനത്തിലെ തമാശയിലേക്ക് വന്നാൽ ഒന്ന് നോക്കൂ. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. ആ ഒരു അഭ്യർത്ഥന തന്നെ യഥാർത്ഥത്തിൽ എന്താണ്? ഒരു തമാശയുടെ കൂടി സൂചനയാണ്. നോക്കൂ, പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്ക്. അപ്പോൾ പെണ്ണ് കെട്ടാൻ വേണ്ടി നിങ്ങൾ അത് സ്ത്രീയുടെ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ അതിനകത്ത് മനോഹരമായി ആവിഷ്കരിക്കുന്നുണ്ട്. ആ രീതിയിൽ കൂടി നിങ്ങൾക്ക് അതിനെ ആലോചിക്കാം. ഞാൻ പറയുന്നത് അതിനകത്ത് യഥാർത്ഥത്തിൽ പെണ്ണുകെട്ടിന് കുറിയെടുക്കുക എന്നുള്ളൊരു പ്രയോഗം ഒരു തമാശയുടെ മെമ്പൊടിയോടെ അവതരിപ്പിക്കുന്നതാണ്. ഇതിനകത്ത് അങ്ങനെയല്ലാതെ നമുക്ക് ആ പാട്ടിനെ അല്ലെങ്കിൽ ആ വരികളെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ആ രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നത് തീർച്ചയായും തമാശയെ കൂട്ടിക്കൊണ്ടുവരാൻ തന്നെയാണ്. പെണ്ണ് കെട്ടുമ്പോൾ നിങ്ങളൊരു ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ അതിലൊരു അംഗമായിട്ട് നറുക്കെടുപ്പിൽ എന്നെയും ചേർക്കണേ എന്നുള്ളതാണ്. പിന്നെ അവസാനം നോക്കൂ, വേറെയാണ് വിചാരമെങ്കിലും നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാനെന്തിന് എരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്. വേറെയാണ്, എനിക്ക് നിന്നോട് പ്രണയമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല ഒക്കെയാണ് പറയുന്നതെങ്കിൽ അത് വേഗം പറഞ്ഞോളൂ. ഞാനെന്തിനാണ് എരിയുന്ന വെയിലത്ത് വെറുതെ കയ്യിലും കുത്തി നടക്കുന്നത്? അതൊരു നാടൻ പ്രയോഗമാണ്, നമ്മൾ ഒരു നർമ്മ രീതിയിൽ പ്രയോഗിക്കുന്നത് കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ കൂടി നിങ്ങൾക്ക് അതിനെ എടുക്കാൻ പറ്റും. ഈ കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പേജ് ആകുന്നതാണ്. ഇനി എല്ലാറ്റിനെയും ചുട്ടുചാമ്പലാക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയിൽ മത്സ്യത്തിൻ്റെ അപരാജിതമായ ചെറുത്തുനിൽപ്പ് ആവേശം പകരുന്നതാണോ വിലയിരുത്തുക? തീർച്ചയായും ആവേശമാണ്. നമ്മൾ ആ പാടെടുത്തപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ചെറുതായ ഒന്ന്, മണൽത്തരിയോളം പോന്ന ഒന്ന് ഒറ്റയ്ക്ക് ഒരു കുറ്റൻ തിരമാലയോട് ചെറുത്തു നിൽക്കുന്ന വളരെ ആവേശകരമായ അതിജീവനത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നമുക്ക് മത്സ്യമെന്ന കവിതകത്ത് നിന്ന് കാണാൻ വേണ്ടി പറ്റുക. അതിനകത്ത് ധാരാളം ഇതുണ്ട്. കാരണം വായ്ത്തലകൾക്ക്, ചൂണ്ടലുകൾക്ക്, വലക്കണ്ണികൾക്ക് ഒന്നും മത്സ്യത്തെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ അപകടങ്ങളോ ആക്രമണങ്ങളോ ഒന്നും, അതിൽ ചതിയോ കെണിയോ ഒന്നും മത്സ്യത്തിന് വിഷയമാകുന്നില്ല. അതിനെയെല്ലാം അവഗണിച്ച് അല്ലെങ്കിൽ അതിനെയെല്ലാം വകഞ്ഞു മാറ്റി അതിനെയെല്ലാം തട്ടിത്തെറിപ്പിച്ച് തൻ്റേതായ പോരാട്ട വൈഭവത്തോടെ ആ മത്സ്യം മുന്നേറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. പിന്നീട് പുതിയ കാലത്ത് എല്ലാം കെട്ടുകാഴ്ചകളാകുന്ന കാലത്ത് കെട്ടുകാഴ്ചകളാകാൻ നിൽക്കാതെ ചന്ത ആകെ വാക്ക് പ്രയോഗങ്ങളാൽ പലപ്പോഴും വാക്കുകളുടെ ഉത്സവ ഛായയിൽ ആകെ നാണം കെട്ടു പോകുന്ന ചന്തയിൽ പോയി നാണം കെടാൻ നിൽക്കാതെ, എവിടെയും കാഴ്ച വസ്തുവായി നിൽക്കാതെ, ആരുടെയും മുമ്പിൽ തലകുനിക്കാതെ, എല്ലാ ദർശനങ്ങൾക്കും എല്ലാ കൊടികൾക്കും മീതെ ഉയർന്ന് പറക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ആശയത്തെ സ്വന്തമായി വഹിക്കുന്ന ഒരാളായിട്ടൊക്കെ നമുക്ക് ആ മത്സ്യത്തെ എടുക്കാം. ഏറ്റവും അവസാനം ചുവന്ന കടലായി ആ കടലിനെ മാറ്റുമ്പോൾ ചുട്ടുപഴുത്ത സൂചിപ്പൊട്ട് പോലെ ഓടുന്ന ആ മത്സ്യമാണ്, ആ കുഞ്ഞു മത്സ്യമാണ്, ചെറുതാണ് വലുതായ കടലിൻ്റെ നിറം മാറ്റുന്നത്. അപ്പം അത്തരത്തിൽ വളരെ ആവേശകരമായ അനുഭവം തന്നെയാണ് ഈ മത്സ്യം എന്ന കവിത മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി 2 കവിതാഭാഗങ്ങൾ തന്ന് അതിനെ താരതമ്യം ചെയ്യുന്ന ചോദ്യമാണ്. കുഞ്ഞിന്നമ്മ മുലപ്പാല് കുതുകാലേകിടും വിധം വരണ്ട പാരിന്നേകുന്നു വാനം വർഷോപയോ മൃതം.
ഡി ശ്രീമാൻ നമ്പൂതിരി മഴക്കാലം. പയോമൃതം എന്ന് പറഞ്ഞാൽ ജലമാകുന്ന അമൃത്. അതിൻ്റെ അർത്ഥം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിർത്താതെ കരഞ്ഞതിനാണത്രേ മഴയെ നഴ്സറി ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയത്. ധന്യരാജ് കരച്ചിൽ. എല്ലാവരും ഒരേപോലെ കാണാത്തതാണ് കലാകാരൻ തിരഞ്ഞെടുക്കുന്ന സിംബലുകൾ. എം.എൻ. വിജയൻ. കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ എന്ന പാഠഭാഗം ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ അത് നേരിട്ട് ചോദിച്ചിരിക്കുകയല്ല. അതിന് 2 ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കാവ്യഭാഗങ്ങൾ പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നോക്കൂ, എല്ലാവരും ഒരേപോലെ കാണാത്തതാണ് കലാകാരൻ തിരഞ്ഞെടുക്കുന്ന സിംബലുകൾ. ഇവിടെ ഒന്ന് നോക്കൂ, മഴ എന്നുള്ളതിനെ 2 ആൾ എങ്ങനെയാണ് കാണുന്നത്? ഒന്ന് ശ്രീമാൻ നമ്പൂതിരി കുഞ്ഞിന് അമ്മ മുലപ്പാല് കൊടുക്കുന്നത് പോലെയാണ് വരണ്ട പാരിന് ഭൂമിക്ക് വാനം ആകാശം വർഷോപയോമൃതം ജലം കൊണ്ടുള്ള അമൃത് കൊടുക്കുന്നത്. ഇപ്പോൾ വരണ്ട ഭൂമിക്ക് ജലം ഒരു അമൃതമായി പ്രവർത്തിക്കുകയാണ്, മഴ ഒരു അമൃതമായി പ്രവർത്തിക്കുകയാണ് ശ്രീമാൻ നമ്പൂതിരിയുടെ മഴക്കാലം എന്ന കവിതയിലെങ്കിൽ ധന്യരാജിൻ്റെ കരച്ചിലേക്ക് എത്തുമ്പോൾ അത് നിർത്താതെ കരഞ്ഞതുകൊണ്ട് നഴ്സറി ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയ ഒരു കുട്ടിയായി മഴ മാറുന്നു. അവിടെയും മഴയുടെ നിർത്താതെയുള്ള പെയ്ത് തീരൽ തന്നെയാണ് ധന്യരാജും വിഷയമാക്കുന്നത്. പക്ഷേ 2 പേരും 2 വ്യത്യസ്ത രീതിയിലാണ് മഴ എന്നുള്ള ഒരു കാര്യത്തെ ഇവിടെ വിശദീകരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഈ പാഠഭാഗം നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. അതിനകത്ത് ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രദേശത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചും ഓരോ ആളുകളുടെ രീതിക്കനുസരിച്ചും എല്ലാം അർത്ഥം മാറും. ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളുണ്ടാകുമെന്നതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ ആ പാഠഭാഗത്ത് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഇതിനകത്ത് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഭാഗങ്ങളെയൊക്കെ ഒന്ന് എഴുതിയിട്ട് പിന്നെ കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങളിൽ എം.എം. വിജയൻ മാഷ് പറയുന്ന പോയിന്റുകൾ കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും. ഇനി 19ാമത്തെ ചോദ്യം, നായകൻ്റെ ദുരിതാനുഭവങ്ങളെ പ്രസാദാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് വാസനാവികൃതിയുടെ സവിശേഷത. ഈ പ്രസ്താവന വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഈ ചോദ്യത്തിൻ്റെ മറ്റൊരു രീതിയിലുള്ള ഒരു 2 ഓപ്ഷനുകൾ നേരത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ നമുക്ക് തന്നിരുന്നു. നമ്മളത് ഉത്തരം അപ്പോൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ നമുക്കതിനകത്ത് ആദ്യം ഇതൊക്കെ 6 മാർക്കിൻ്റെ ചോദ്യമൊക്കെ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആമുഖം എഴുതണം. ഒരു 2-3 വരിയിൽ മലയാളത്തിലെ ആദ്യകാല ചെറുകഥകളിലൊന്നാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എഴുതിയ വാസനാവികൃതി. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. പിന്നീട് നായകൻ്റെ ദുരിതാനുഭവങ്ങളെ വളരെ പ്രസാദാത്മകമായി അവതരിപ്പിച്ചിരിക്കുകയാണ് കഥയിൽ എന്നതിൻ്റെ വിശദീകരണം കൊടുക്കാം. ഒന്ന്, നായകൻ്റെ കുട്ടിക്കാലം. അയാൾക്ക് ധാരാളം സ്വത്തുണ്ടായിരുന്നു, നല്ല കുടുംബത്തിൽ പിറന്നതായിരുന്നു. പക്ഷേ പിന്നീട് അതൊന്നും തുടരാൻ വേണ്ടി ആ നായകന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് അയാളുടെ ജീവിതത്തിൽ നിന്ന് പരാജിതനായി പോകുന്നു. അയാൾ കളവിലേക്കൊക്കെ മാറുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് സൂചിപ്പിക്കാൻ പറ്റും. അതേപോലെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അവസാനം അദ്ദേഹം ജയിലിൽ പോലീസ് പിടിയിലാവാനുള്ള കാരണം, മോതിരത്തിൻ്റെ കളവ് പോയതും അതിനെക്കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതും അതിനു മുമ്പ് കാമുകിക്ക് അത് സമ്മാനമായിട്ട് കൊടുത്തതും, ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ദുരിതാനുഭവങ്ങളാണ്, പ്രയാസങ്ങളാണ്. പക്ഷേ അത് അദ്ദേഹം അവതരിപ്പിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ, വളരെ പ്രസാദാത്മകമായി, ഹാസ്യാത്മകമായിട്ടാണ്. അതുതന്നെയാണ് ആ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് നമുക്ക് വിശദീകരിക്കാൻ വേണ്ടി പറ്റും. ഇനി കഥയെക്കുറിച്ചുള്ള സാമാന്യ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ബഷീറിൻ്റെ അനർഘ നിമിഷം. ഈ നിരീക്ഷണം എത്രമാത്രം ഉചിതമാണ് വ്യക്തമാക്കുക. ആ പാഠം നമ്മൾ പരിചയപ്പെട്ടപ്പോൾ നമുക്ക് ഓർമ്മയുള്ളതാണ്. കഥയെക്കുറിച്ചുള്ള സാമാന്യ സങ്കല്പമല്ല എന്തിലുള്ളത്, ബഷീറിൻ്റെ അനർഘ നിമിഷത്തിലുള്ളത്. അനർഘ നിമിഷത്തിൻ്റെ ഭാഷ പലപ്പോഴും ഒരു കവിതയോടടുത്ത് നിൽക്കുന്ന ഭാഷയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഗദ്യ കവിത എന്നുള്ളത് സാഹിത്യത്തിലെ പുതിയ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. ധാരാളം രചനകൾ നടന്നു വരുന്ന ഒരു വിഭാഗമാണ് ഗദ്യ കവിത എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മലയാള സാഹിത്യത്തിൽ ഗദ്യ കവിത എന്നുള്ള പ്രയോഗം അത്രത്തോളം പരിചിതമല്ലാത്ത ഒരു കാലത്താണ് യഥാർത്ഥത്തിൽ ബഷീർ അനർഘ നിമിഷം എത്തുന്നത്.
പക്ഷേ ബഷീറിൻ്റെ അനർഘ നിമിഷം നമുക്ക് വായിക്കുമ്പോൾ അതൊരു കഥയുടെ രൂപമോ ഭാഷയോ അതിനില്ല എന്നും അതൊരു ഗദ്യ കവിത പോലെ അത്രമേൽ മനോഹരമാണ്, കാവ്യാത്മകമാണ് എന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഞാനും നീയും എന്നുള്ളതിൽ നിന്ന് നീ മാത്രമായോ അവശേഷിക്കാൻ പോകുന്നു, നീ മാത്രം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന അത്തരത്തിൽ ഒരു 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 ഏറ്റവും കവിതയോടടുത്ത് നിൽക്കുന്ന രൂപവും ഭാഷയും എല്ലാം ആ കഥയ്ക്കുണ്ട് എന്നുള്ളതും, ഇത് കഥയുടെ ഒരു സാമാന്യ സങ്കല്പത്തിൽ നിന്ന് പുറത്തു കടക്കുന്ന, അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന ഒന്നാണ് എന്ന് നമുക്ക് വിശദീകരിക്കാൻ എളുപ്പമാണ്. ഇനി ഈ ചോദ്യം കവിതാഭാഗം വായിച്ച് 21 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 2 സ്കോർ വീതം 3 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഈ കവിതാഭാഗം നിങ്ങൾ 2-3 തവണ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടും. ഇത് ചിലപ്പോൾ കവിതാഭാഗം വരും, ചിലപ്പോൾ ഏതെങ്കിലും ലേഖനത്തിൻ്റെ ഭാഗം വരും. 2 രീതിയിൽ ഈ ചോദ്യത്തെ കാണാറുണ്ട്. എന്ന് വന്നാലും അത് 1-2 തവണ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം 3 ചോദ്യങ്ങൾക്കും 2 മാർക്ക് വീതം വാങ്ങിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം, അല്ലെങ്കിൽ അത് പ്രയാസമാവും കേട്ടോ. പോക്കുവെയിലിൻ നുറുങ്ങുകൾ അങ്ങിങ്ങു തീക്കനൽ പോലെ തിളങ്ങുന്നു. തീരത്തെ ആൽമരം 1000 പത്രങ്ങളാൽ വീശി ആകെ തളർന്നതുമാതിരി. അപ്പോഴും ഉണ്ണിമണൽ തരി ഓരോന്നും ഉള്ളിലെ ഉഷ്ണം വമിച്ചതിൽ തന്നെ കിടക്കുന്നു. അക്കരെ ഇക്കരെ ജീവിതഭാരങ്ങൾ അക്ഷീണമേറ്റി ഇറക്കിയൊരു തോണി സേവനം പൂർത്തിയാം മുമ്പടുത്തൂൺ പറ്റി ഈ വെറും പൂഴിയിൽ വീണ് കിടക്കുന്നു. ദൂരെ നഗരമിരമ്പുന്നു. ജീവൻ്റെ നാരായ വേരും പറിച്ച് എടുക്കുന്നതിൻ്റെ വേദന നിശബ്ദയായി നീ സഹിപ്പതന്മേദിനി ഞാനും അറിഞ്ഞു തുടങ്ങുന്നു. ONV വേനൽക്കുറിപ്പുകൾ. വൈകുന്നേരത്തെ കവി അവതരിപ്പിക്കുന്നത് എങ്ങനെ എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ നോക്കൂ, എങ്ങനെയാണ് വൈകുന്നേരത്തെ കവി അവതരിപ്പിക്കുന്നത്? ഒന്ന്, പോക്കുവെയിലിൻ്റെ നുറുങ്ങുകൾ അങ്ങിങ്ങ് തീക്കനൽ പോലെ തിളങ്ങുന്നു. സന്ധ്യാകാശമാണ് വിഷയം അല്ലേ. തീരത്തെ ആൽമരം 1000 പത്രങ്ങളാൽ വീശി ആകെ തളർന്നു മാറിയും. 1000 ഇലകളെ കൊണ്ട് ഇങ്ങനെ വീശി വീശി ആൽമരം തളർന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കാറ്റൊക്കെ കുറഞ്ഞിരിക്കുന്നു. അപ്പോഴും മണൽത്തരിയിൽ ചൂടുണ്ട്. അക്കരെ ഇക്കരെ ജീവിതം ഭാരങ്ങൾ അക്ഷീണമേറ്റി ഇറക്കിയൊരു തോണി സേവനം പൂർത്തിയായി അടുത്തൂൺ പറ്റി ഈ വെറും പൊഴിയിൽ വീണ കിടക്കുന്നു. ഇതൊക്കെ വൈകുന്നേരത്തെക്കുറിച്ചുള്ള സന്ധ്യാകാശം, അവിടെ കാറ്റില്ലാതെ ഇലകളൊക്കെ നിശ്ചലമായി കിടക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് സൂചിപ്പിക്കാം. സേവനം പൂർത്തിയാക്കും മുമ്പ് തോണി അടുത്തൂൺ പറ്റിയ വിരമിക്കുകയാണ്. അടുത്തൂൺ പറ്റിയത് എന്തുകൊണ്ടാവും എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അത് ഇവിടെ പറയുന്നുണ്ട്. സേവനം പൂർത്തിയാം മുമ്പ് അടുത്തൂൺ പറ്റി ഈ വെറും പൂഴിയിൽ വീണു കിടക്കുന്നു. ആര്? തോണി. ദൂരെ നഗരമിരമ്പുന്നു. നഗരം, പുതിയ കാലത്ത് നഗരമിരമ്പുമ്പോൾ, യന്ത്രങ്ങൾ വരുമ്പോൾ, കാറുകൾ വരുമ്പോൾ, വാഹനങ്ങൾ വരുമ്പോൾ തോണിക്ക് വലിയ പ്രസക്തിയില്ല. ഇത്തരത്തിൽ നമുക്കതിനെ ആ ഉത്തരത്തെ സമീപിക്കാം. ഭൂമിയുടെ നിശബ്ദ വേദന കവിയുടേതുമായി മാറുന്നത് എന്തുകൊണ്ടാണ്? ജീവൻ്റെ നാരായ വേരും പറിച്ചെടുക്കുന്നതിൻ്റെ വേദന. ദൂരെ നഗരമിരമ്പി ജീവൻ്റെ നാരായ വേരും പറിച്ചെടുക്കുന്നതിൻ്റെ വേദന നിശബ്ദയായി നീ സഹിക്കുന്നു മേദിനി, ഞാനും അതറിഞ്ഞു തുടങ്ങുന്നു. അപ്പോൾ തീർച്ചയായും അത്തരം ഒരു പ്രകൃതി ബോധമാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഭൂമി നേരിടുന്നുണ്ട് എന്നുള്ള പ്രകൃതി ബോധമാണ് യഥാർത്ഥത്തിൽ ആ വേദന കവിയുടേത് കൂടിയാക്കുന്നത്. ഇനി 3 ചോദ്യം, 24 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 2 എണ്ണത്തിന് 1.5 പുറത്തിൽ കവി അത് ഉത്തരം എഴുതുക. 8 സ്കോർ വീതം. 2 ക്വസ്റ്റ്യനാണ് എഴുതേണ്ടത്. 8 മാർക്കിൻ്റെയാണ്. 1.5 പുറമാണ്. അപ്പോൾ നമ്മുടെ എസ്സേ എന്ന് പറയുന്ന, ഉപന്യാസം എന്ന് പറയുന്ന ചോദ്യമാണിത്. അതിനകത്ത് നിങ്ങൾ ആദ്യം ഇതിന് കൃത്യമായ ഘടന ഉണ്ടാവണം. ആദ്യം നിങ്ങളൊരു ആമുഖം എഴുതണം. എന്താണ് ഈ ചോദ്യം കൊണ്ട് നമ്മൾ എഴുതാൻ പോകുന്നത്? രണ്ടാമത്തെ അതിലെ കാര്യങ്ങൾ എഴുതണം. മൂന്നാമതായിട്ട് അതിനെ ഉപസംഹരിക്കണം, അതിനെ കൺക്ലൂഡ് ചെയ്യണം. വേരുകൾ നഷ്ടപ്പെടുന്നു പറയുന്ന ലേഖനം പകർന്നു തരുന്ന പാഠങ്ങൾ എന്തെല്ലാം, സമകാലിക അവസ്ഥകളെ കൂടി മുൻനിർത്തി ഉപന്യസിക്കുക. അപ്പോൾ അതിനകത്ത് 8 മാർക്കും കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്നുള്ള പാഠഭാഗം നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടാവും. N.A. നസീർ നടത്തിയിട്ടുള്ള ഒരുപാട് കാടനുഭവങ്ങൾ, അദ്ദേഹം കാട്ടിലേക്ക് നടത്തിയിട്ടുള്ള യാത്രകൾ, അതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും പരിചയപ്പെട്ടവരുമായ ജീവിതങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ, അവരെങ്ങനെയാണ് പ്രകൃതിയെ നോവിക്കാതെ
ജീവിതം കഴിച്ചുകൂട്ടിയത് എന്നുള്ളതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ, ഓരോ പ്രകൃതിയിലെയും പ്രകൃതിയുടെ മനോഹാരിതയും വൈദഗ്ധ്യവും എല്ലാം നമുക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള പ്രകൃതി ചിത്രങ്ങൾ, ഇതെല്ലാം എന്നെ നസീർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്കറിയുകയും ചെയ്യാം. പക്ഷെ അതിൻ്റെ കൂടെ സമകാലിക അവസ്ഥകളെ കൂടി മുൻനിർത്തി ഉപന്യസിക്കാൻ ചോദ്യത്തിൽ പറഞ്ഞതുകൊണ്ട് നസീർ നമ്മുടെ പാഠഭാഗത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി, ഒന്ന്, മനുഷ്യൻ പലായനം ചെയ്യുന്ന അഭയാർത്ഥികൾ, വലിയ അഭയാർത്ഥി പ്രവാഹം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുണ്ടാകുന്ന പുതിയ കാലത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. സിറിയയിൽ മണൽത്തട്ടിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന പോലെ കിടന്ന ഒരു പിഞ്ചു പൈതലിനെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കാൻ നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളെക്കുറിച്ച്, അവരനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. ഇത്തരത്തിലുള്ള അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ, മനുഷ്യ പലായനത്തിൻ്റെ വലിയ ചിത്രങ്ങളെ നമുക്ക് സമകാലികാവസ്ഥയിൽ പറയാൻ പറ്റും. മറ്റൊന്ന്, നാട്ടുവൃക്ഷങ്ങളെ നമ്മൾ മുറിച്ചു മാറ്റി നമ്മൾ പലപ്പോഴും പുതിയ കാലത്തിനനുസൃതമായ രീതിയിൽ പരിഷ്കരണവാദികളായി നമ്മൾ അലങ്കാര ചെടികൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ നാട്ടു ചെടികൾ നമുക്ക് തരുന്ന ഫലവൃക്ഷങ്ങൾ, ഫലങ്ങൾ അതിൻ്റെ സീസണിൽ അത് നഷ്ടമാകുകയും അതിൻ്റെ തണൽ നമുക്ക് നഷ്ടമാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, പ്രത്യേകിച്ച് റോഡ് വികസനമൊക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആലോചനകൾ നസീർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മൂന്നാമത്തേത്, കാട്ടുതീ. ലോകമാകെ ലാറ്റിൻ അമേരിക്കയിലെ എത്രയോ രാജ്യങ്ങളിലായി നൂറുകണക്കിന് ഹെക്ടർ കണക്കിന് ഭൂമിയിൽ പരന്നു കിടക്കുന്ന ആമസോൺ കാടുകൾ കത്തി എരിഞ്ഞ ഒരു കാലത്താണ് നമ്മുടെ ആ ഒരു വർഷത്തിലാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ഉള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് സൂചിപ്പിക്കാം. അപ്പോൾ എൻ എൻ നസീറിൻ്റെ പാഠഭാഗത്തെക്കുറിച്ച് വിശദീകരിക്കുക എന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സമകാലിക അവസ്ഥകളെ കൂടി മുൻനിർത്തി വിശദീകരിക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൂടി അതിനകത്ത് സൂചിപ്പിക്കണമെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഉണർത്തുപാട്ടായി സംക്രമണത്തെ കരുതാമോ, നിരൂപണം ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് സ്ത്രീ ശാക്തീകരണം എന്നുള്ളത്, സംക്രമണം എന്ന കവിത നമുക്കറിയാം. യഥാർത്ഥത്തിൽ ആദ്യ ഭാഗം, 2 ഭാഗങ്ങൾ അതിനുണ്ട്. ഒന്നാമത്തെ ഭാഗം സ്ത്രീ ജീവിതത്തിൻ്റെ ദൈന്യത ആവിഷ്കരിക്കുന്നതാണ്. എങ്ങനെയാണ് സ്ത്രീ ജീവിതം ഒരു പ്രയാസമുള്ള ഒന്നായി മാറുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാണ് സംക്രമണം എന്ന കവിത. രണ്ടാമത്തെ ഭാഗം, ആ കവിതയുടെ ഒന്നാമത്തെ ഭാഗത്തിൻ്റെ ദൈന്യതയിൽ നിന്ന് കരുത്തിലേക്ക്, സ്ത്രീ ജീവിതം മാറണമെന്നുള്ള ആഹ്വാനത്തിലേക്ക് മെല്ലെ ഇഴയുന്ന നൂലട്ടയിൽ നിന്ന് കുതിച്ചു വായുന്ന പുലിയിലേക്കുള്ള, കടുവയിലേക്കുള്ള, നരബുക്കായ കടുവയിലേക്കുള്ള മാറ്റത്തെ ആ കവിത തീർച്ചയായും മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തെ മുൻനിർത്തി നിങ്ങൾക്കത് വിശദീകരിക്കാവുന്നതാണ്. 3, പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, മരണമൊഴിച്ച്. സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയിലെ ആൻ്റോണിയോ റിച്ചിയുടെ ഈ വാക്യങ്ങൾ സിനിമയുടെ സന്ദേശമാണോ? വിശകലനം ചെയ്ത് ആസ്വാദനം തയ്യാറാക്കുക. തീർച്ചയായും ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമ നിങ്ങൾ പറയുമ്പോൾ ആദ്യം ഇറ്റാലിയൻ നിയോ റിയലിസ്റ്റിക് സിനിമകളെക്കുറിച്ച് പറയണം. ആ സിനിമകൾ മുന്നോട്ട് വെക്കുന്ന വ്യത്യസ്ത ആശയങ്ങളെക്കുറിച്ച് പറയണം, അതിൻ്റെ രീതികളെക്കുറിച്ച് പറയണം. ഇതൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയുടെ നമ്മുടെ ചോദ്യഭാഗവുമായി ബന്ധപ്പെട്ട ഭാഗത്തിലേക്ക് എത്തേണ്ടത്. അപ്പോൾ തീർച്ചയായും അതിനകത്ത് റിച്ചിയുടെ ജീവിത അവസ്ഥ, ദാരിദ്ര്യം, ആ ദാരിദ്ര്യത്തെ മറികടക്കാൻ വേണ്ടി റിച്ച് നടത്തുന്ന ശ്രമങ്ങൾ, അവസാനം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടുന്ന ജോലി, ആ ജോലിയിലുണ്ടാകുന്ന സൈക്കിൾ മോഷണം പോകുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ, പിന്നീട് അത് കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് വിശദീകരിക്കാം. അവസാനം ആ സിനിമ അവസാനിക്കുന്ന രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സൈക്കിൾ മോഷണം നടത്താൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ട റിച്ചി ആളുകളെല്ലാം കൂടി കൈകാര്യം ചെയ്യാൻ നോക്കുകയും അവിടെ മകൻ ബ്രൂണോ വന്ന് ഓടി അച്ഛനെ കെട്ടിപ്പിടിച്ച് അവസാനം അവർ രണ്ടുപേരും കൂടി കൈകോർത്ത് നടക്കുകയും ചെയ്യുന്നതോടെയാണ് സിനിമ അവസാനിക്കുന്നത്. അത് തീർച്ചയായും അവരുടെ കൂട്ടായ്മകളിലൂടെ പ്രത്യാശയിലേക്കുള്ള ഒരു നടത്തമായിട്ട് തന്നെ നമുക്ക് പറയാം. അപ്പോൾ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നും ലോകത്തില്ല.
മരണം മാത്രമേ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രശ്നമുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് നമ്മുടെ കൂട്ടായ ശ്രമത്തിലൂടെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടും. എന്ത് പ്രയാസങ്ങളും നമുക്ക് അതിജീവിക്കാൻ പറ്റുമെന്നുള്ള സൂചന തന്നെയാണ് സൈക്കിൾ മോഷ്ടാക്ക എന്ന സിനിമ നൽകുന്നത്. ഇത്രയാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട്, ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. 2-3 പഴയ ചോദ്യപേപ്പർ കൂടി ഒന്ന് ഇതേ തരത്തിൽ കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൂടി പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പരീക്ഷ പൊതുവേ മലയാളം എഴുതുമ്പോൾ സമയം കൃത്യമായി നോക്കണം. എല്ലാ ചോദ്യത്തിനും 80 മാർക്കിനും നിങ്ങൾ തീർച്ചയായിട്ടും ഉത്തരം എഴുതണം. 80 മാർക്കിന് ഉത്തരം എഴുതുമ്പോൾ കൃത്യസമയം പാലിക്കാൻ വേണ്ടി ശ്രമിക്കണം. എങ്കിലേ നിങ്ങൾക്ക് 80 മാർക്ക് ഉദ്ദേശിച്ച രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. കുറച്ച് സ്പീഡിൽ എഴുതണം, പക്ഷേ കൈയക്ഷരം മോശമാവുകയും ചെയ്യരുത്. പരമാവധി അക്ഷരത്തെറ്റുകൾ കുറച്ച് എഴുതണം. ഈ കാര്യങ്ങളൊക്കെ ലാംഗ്വേജ് പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. നന്ദി.